ഹലോ, നമുക്കിന്ന് മുട്ടയും പുട്ടും വെച്ചിട്ടൊരു മസാല പുട്ട് റെഡിയാക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഇടുക, പിന്നെ സവാള ഇടുക. അത് ഞാൻ ഒരു വലിയ സവാളയാണ് എടുത്തത്. അത് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സാക്കുക. അതിനുശേഷം കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അത് വേഗം മസാല വാടി വരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് തക്കാളി, ഞാനൊരു തക്കാളിയാണ് എടുത്തത്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് കുത്തിയെടുത്തത്. പിന്നെ ഒരു 2 പച്ചമുളക്, ചെറിയ പച്ചമുളക്. അപ്പോൾ നമ്മൾ ചില മക്കൾക്കൊന്നും എരിവ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എരിവ് അതിനനുസരിച്ചിട്ട് ഇടുക. പിന്നെ കുറച്ച് മസാലകളൊക്കെ ഇടുക. പിന്നെ നമുക്ക് ആവശ്യമായ മസാലകളൊക്കെ ഇടുക. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ഈ 3 മസാലയും ഞാൻ ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ നമ്മൾ മുട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. ചിലർ ബീഫ് മസാലയും നമുക്ക് ചിലവർക്ക് ഇടാം. പിന്നെ ചിലവരൊക്കെ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായി ഇത് വാടി വരണം. നന്നായി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ മസാലയിലേക്ക് ഒഴിക്കാം. മസാലയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് ചിക്കി എടുക്കുക. നന്നായിട്ട് ചിക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് എടുത്ത് വെച്ച തേങ്ങാപ്പാൽ, ഒരു 2 സ്പൂണ് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പുട്ടല്ലേ, അപ്പോൾ പുട്ടിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും തേങ്ങ ഇടുമല്ലോ. അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ പുട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. പൊടിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം യെല്ലോ ഷെയ്ഡ് വൈറ്റിലേക്ക് വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കുക. അപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് പുട്ടൊക്കെ കഴിക്കാനൊക്കെ മടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അവരെന്തായാലും കഴിക്കും. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.